NDA സംബന്ധിച്ചിടത്തോളം, BJP സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇടങ്ങേറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. CP രാധാകൃഷ്ണനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ദൗത്യം. മന്ത്രിസഭ താഴെ പോകാതെ നോക്കണം. CP രാധാകൃഷ്ണൻ തോറ്റാൽ പിന്നെ വലിയ വിപത്തിലേക്കായിരിക്കും പോവുക എന്ന് വളരെ വ്യക്തമായി തന്നെ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്നായി അറിയാം. അങ്ങനെ വന്നാൽ അത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയായാൽ കാലാവധി തികയ്ക്കും മുമ്പ് തന്നെ BJP സർക്കാർ നിലംപൊത്തും. അതുകൊണ്ടാണ് RSS കൃത്യമായി ചുവടുമാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ ഒരു ഉപാധിയുമില്ലാതെ ഉഴറുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ 75 വയസ്സിന്റെ പേരിൽ അദ്ദേഹത്തിനെ രാജിവെപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സ്ഥാനം ഒഴിയാൻ പറയുക എന്നതാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ മുന്നിലുള്ള ഏക വഴി. നിലവിലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനെതിരെ നിരവധിയായ വിഷയങ്ങളുണ്ട്. കോയമ്പത്തൂരിലെ വിവാദം നിറഞ്ഞ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ഏറ്റവും എടുത്തു കാണിക്കുന്ന സംഭവം ജഗദീപ് ധൻഖർ ഇങ്ങനെയായിരുന്നു BJPക്ക് വിധേയനായി നിന്നത്. അദ്ദേഹത്തിനെ ഏതെല്ലാം രീതിയിൽ പുകച്ച് പുറത്തിയടിച്ചു. അദ്ദേഹം ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന സൂചനയുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളാണ്. എപ്പോ എവിടെ വെച്ച് എങ്ങനെ പൊട്ടിക്കുമെന്ന് BJPക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ. രാഹുൽ ഗാന്ധി ബീഹാറിനെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഗ്രാമീണ മേഖലയെ മുഴുവൻ ഇളക്കി മറിക്കുന്ന രീതിയിൽ വോട്ടവകാശത്തിന്റെയും അതുപോലെ തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങൾ അത് നശിക്കപ്പെടാതിരിക്കാൻ അതിന്റെ കാവൽക്കാരനായി പ്രതിപക്ഷ നേതാവ് അവതരിച്ചിരിക്കുന്നു എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ കഴിഞ്ഞു എന്നത് ചില്ലറ കാര്യമല്ല. അവിടെയാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ എത്രയോ അധികാരം കുറവാണ്. അതല്ലെങ്കിൽ ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിന്റെ പരിമിതികൾ എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമെങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുപോലെ ഭയപ്പെടുന്നു? ഈ രാജ്യത്തിന്റെ സമാധാനത്തിന്, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് അമിത്ഷാ കൊട്ടിഘോഷിച്ച അതേ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തി അദ്ദേഹം ഒടുവിൽ മാപ്പ് സാക്ഷിയാകാൻ വരെ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ കൊണ്ടെത്തിച്ചു. പ്രധാനമന്ത്രിക്ക് ഇതിലും വലിയ ഇടിവെട്ടേക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലേ ഇല്ല. കാരണം ജഗദീപ് ധൻഖറും പറഞ്ഞു വെക്കുന്നത് അതേ രീതിയിലുള്ള സ്വരമാണ്. ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങുകയാണ് കേന്ദ്രം. അതും എല്ലാ തരത്തിലും യശ്വന്ത് വർമ്മയെ പോലുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് ജുഡീഷ്യറി വലിയ രീതിയിൽ അഴിമതി കാട്ടിക്കൂട്ടാൻ കൃത്യമായി ശ്രമിക്കുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അടുത്ത ലക്ഷ്യം തുഷാർ മേത്തെ പൊളിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. രാഹുലിന്റെ അസ്ത്രങ്ങളൊന്നും അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോകില്ല.